ബിഗ് ബോസ് നമ്മൾ സീസൺ 8 60-ാം ദിവസത്തിന്റെ ഒരു ഷോർട്ട് റിവ്യൂവിലേക്ക് പോകാം. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, 60 ദിവസമായി സീസൺ 8 തുടങ്ങിയിട്ട്. ഇതുവരെയും സീസൺ 8 ക്ലച്ച് പിടിക്കാതെ മുന്നോട്ട് പോവുകയാണ്. വീക്കിലി ടാസ്കുകൾ വരുമ്പം തമിഴ് ബിഗ് ബോസിനെ സംബന്ധിച്ച് പ്രേക്ഷകരെല്ലാം ഓടിയെത്തും. ഈ ഒരു സീസൺ 8 പ്രൊമോയും കാര്യങ്ങളും ഒക്കെ ആ ഒരു രീതിയിലേക്കായിരിക്കും വിടുന്നത്. പ്രത്യേകിച്ചും നല്ല രീതിയിൽ അടിയുണ്ടാകുന്ന ടാസ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 8ഉം 10ഉം പ്രൊമോയൊക്കെ വിട്ട് പ്രേക്ഷകരിലേക്ക് നല്ല രീതിയിൽ ഹൈപ്പ് കൊടുത്ത് പ്രേക്ഷകരെയൊക്കെ ലൈവിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഏകദേശം 1 lakhന് മുകളിലാണ് വീക്ക്ലി ടാസ്കുകൾ നടന്നുകൊണ്ടിരിക്കുമ്പം ഈ ഒരു തമിഴ് സീസൺ 8 അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് തമിഴിലൊക്കെ പൊതുവെ നല്ല രീതിയിലുള്ള ഓഡിയൻസ് ഉണ്ട്. മലയാളത്തിനേക്കാളും മലയാളത്തിൽ 10,000 18,000 ഒക്കെയാണ് നിൽക്കുന്നത്. നല്ല രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ കിട്ടിയാൽ മാത്രമേ അതിന് മുകളിലേക്കൊക്കെ പോകാറുള്ളൂ. ഇവിടെ അതൊന്നുമല്ല അവസ്ഥ. ലക്ഷക്കണക്കിന് ഓഡിയൻസ് ആണ് ലൈവിലേക്ക് വരുന്നത്. പ്രത്യേകിച്ചും ഏഞ്ചൽ വേഴ്സസ് ഡിമോൺ എന്ന ഒരു ടാസ്ക് ഇന്ന് ഈ ഒരു ആഴ്ചത്തെ വീക്കിലി ടാസ്ക് നടക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഓഡിയൻസ് ഹൈപ്പ് ഉണ്ടായിരുന്നു. ആ രീതിയിലുള്ള പ്രൊമോയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കൊടുത്തത്. എന്നാൽ എന്താ പറയുന്നത്, ഈ ഒരു ടാസ്ക് നമ്മുടെ സീസൺ 8 കണ്ടസ്റ്റൻസ്, മികച്ച കണ്ടസ്റ്റൻസ് ഇതും കുളവാക്കിയിരിക്കുകയാണ്. ഈ ഒരു സീസൺ 8 തുടങ്ങിയത് മുതൽ ഓരോ വീക്കിലി ടാസ്കുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ടാസ്കിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പോലും അറിയാത്ത കുറെ കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു സീസണിലുള്ളത്. എല്ലാം അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഗ്രഡ്ജസും അതുപോലെ തന്നെ അവരുടേതായ താല്പര്യങ്ങൾ കൊണ്ടും ആ ഒരു ടാസ്കിനെ നശിപ്പിച്ച് കുളം തോണ്ടി കൈ കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഓരോ ടാസ്കുകൾ കഴിയുമ്പോഴും കാണുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഏഞ്ചൽ വേഴ്സസ് ഡിമോൺ എന്ന ടാസ്കിലും ഈ ഒരു ടാസ്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ആദ്യം ഡെവിൾസ് ടീമിലുണ്ടായിരുന്നവരും ഏഞ്ചൽ ടീമിൽസ് ഉണ്ടായിരുന്നവരും വെച്ച് നോക്കുമ്പോൾ ഇന്ന് ബിഗ് ബോസ് ഒരു ടെസ്റ്റ് ഒന്നോണം രണ്ട് ടീമിനെയും സ്വാപ്പ് ചെയ്ത് നോക്കി. എന്നിട്ടും അതിനൊന്നും ഒരു വ്യത്യാസവുമില്ല. ഇതിലും ഭേദം പഴയ ഡെവിൾ ടീം തന്നെ ആയിരുന്നു. അവരായിരുന്നെ കുറച്ചുകൂടി എന്തെങ്കിലും എന്റർടൈൻമെന്റ് ആകുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ സംസാര വിഷയമാകുന്ന രീതിയിൽ എന്തെങ്കിലും കണ്ടന്റ് കൊടുത്തേനെ. അപ്പം ദീപക്, അതുപോലെ തന്നെ മഞ്ചരി, മുത്തുകുമാർ ഇവരൊക്കെ ഉണ്ടായിരുന്ന ആദ്യത്തെ ഡെവിൾ ടീം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഉണ്ടായിരുന്നു. കുറച്ച് ഹ്യൂമാനിറ്റി കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ വളരെ മോശമായ രീതിയിലേക്ക് മഞ്ചരി, സാചന എന്നിവരൊക്കെ, അതുപോലെ തന്നെ സ്പർശിക എന്നിവരൊക്കെ കുറച്ചുകൂടെ വൈൽഡ് ആയിട്ട് രീതിയിൽ ഈ ഒരു ടാസ്കിനെ കണ്ട് ടാസ്ക് കൈകാര്യം ചെയ്തെങ്കിൽ പോലും ഇന്ന് നമ്മൾ വന്ന അൻഷിത, അതുപോലെ തന്നെ നമ്മുടെ വിശാല്, റയാൻ, ജെഫ്രി, രഞ്ജിത്ത് ഇവരൊക്കെ അടങ്ങിയ ഈ ഒരു ഡബിൾ ടീം, കഴിഞ്ഞ ദിവസത്തെ ഏഞ്ചൽ ടീം ഇന്ന് ഡബിൾ ടീമായി മാറിയിട്ട് ആനന്ദിയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ ഒരു ഡബിൾ ടീം എന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, വാക്കുകൾ കൊണ്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തു ചെയ്തില്ല എന്ന രീതിയിലൊക്കെ കാണിച്ചു കൂട്ടി. എങ്ങനെയൊക്കെ കുറച്ച് അവരുടെ ഹേർട്സ്, അതായത് ബാഡ്ജസ് കൊടുക്കുന്നുണ്ടല്ലോ, ഡബിൾ ടീമിന്റെ നെഞ്ചത്ത് കൊടുത്തിരിക്കുന്ന ബാഡ്ജസ് പറിച്ചെടുത്തു കഴിഞ്ഞാൽ അവർ പ്രൊവോക്കായി ദേഷ്യപ്പെടുകയോ അതിനെതിരെ പ്രതികരിക്കുകയോ കാര്യങ്ങളോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഹേർട്സ് റിമൂവ് ചെയ്തെടുക്കാം. അവർക്ക് ആ ഒരു കൂടുതൽ ഹേർട്സ് റിമൂവ് ചെയ്തെടുക്കുന്നവർക്ക് അടുത്ത ആഴ്ചയിലെ നോമിനേഷൻ ഫ്രീ പാസ് കിട്ടും. അതിനുവേണ്ടി അവർ എങ്ങനെയൊക്കെയോ കാണിച്ചു കൂട്ടി, എന്തൊക്കെയോ കാണിച്ചു കൂട്ടി ഈ ഫ്രീ പാസ് കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു ബാഡ്ജസ് പറിച്ചെടുത്തു എന്ന് വരുത്തി തീർത്തു എന്നതല്ലാതെ ഈ ഒരു ടാസ്കിന് വേണ്ടി വളരെ ഒരു മികച്ച രീതിയിലുള്ള പ്രകടനങ്ങളോ പെർഫോമൻസുകളോ ഒന്നും നടത്തിയില്ല. പിന്നെ കുറെയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് കഴിഞ്ഞ ദിവസം സംസാരിച്ചതിനും കാണിച്ചു കൂട്ടിയതിനും റിവെഞ്ച് എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു എന്നതിലപ്പുറം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് ഇൻട്രസ്റ്റിംഗ് ആയി എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിച്ച് ഏതാണ്ട് 1 lakhന് മുകളിൽ ലൈവ് ഓഡിയൻസ് ആണ് ഇന്നത്തെ ടാസ്ക് കാണാനിരുന്നത്. എല്ലാവരെയും നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും. വളരെ മോശമായിട്ട് തന്നെ ഈ ഏഞ്ചൽ വേഴ്സസ് ഡിമോൺ എന്ന ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ്. ഇന്നിപ്പം ഡെവിൾസ് ടീമിൽ നിന്ന് റയാനെയാണ് ജയിലിലേക്ക് വിട്ടിരിക്കുന്നത്. അതോടുകൂടി ടാസ്കും അവസാനിച്ചിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന വിശാലിനായിരിക്കും നോമിനേഷൻ ഫ്രീ പാസ് കിട്ടുന്ന. ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഹാർട്സ് കളക്ട് ചെയ്തിരിക്കുന്നത് വിശാലാണ്. അപ്പം വിശാലിന് തന്നെയായിരിക്കണം അടുത്ത പ്രാവശ്യത്തെ നോമിനേഷൻ ഫ്രീ പാസ് കിട്ടുന്നത്. അപ്പൊ അത് ആർക്കും ആയിക്കോട്ടെ. ബട്ട് ഈ ഒരാഴ്ചത്തേക്ക് വരുമ്പം കുറച്ച് കണ്ടന്റുകളും കുറച്ച് റോസ്റ്റ് ചെയ്യാനുള്ള കണ്ടന്റുകളും നമ്മുടെ വിജയ് സേതുപതിക്ക് കിട്ടി. അതിലപ്പുറം മികച്ചത് എന്ന് പറയാനുള്ള ഒന്നും തന്നെയില്ല. ഓരോ ടാസ്കുകളും അതിനോടുള്ള അപ്രോച്ചിങ് രീതി കണ്ടസ്റ്റൻസിന് പ്രോപ്പറായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ അതിനെ മികച്ച രീതിയിലേക്ക് എടുക്കാൻ കണ്ടസ്റ്റൻസിനും സാധിക്കുന്നില്ല. അതിനെ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മുടെ മേക്കേഴ്സിനും സാധിക്കുന്നില്ല. മൊത്തത്തിൽ ഓരോ ആഴ്ചയും ഓരോ ആഴ്ചത്തെ വീക്കിലി ടാസ്കുകളും എല്ലാം കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. കാണാൻ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുമ്പോഴത്തേനും അത് നമ്മുടെ കണ്ടസ്റ്റന്റ് അത് കുളവാക്കി കൈത്തരും. ഇന്നും അതുപോലെയൊക്കെ തന്നെയാണ്. ബിഗ് ബോസ് ടെസ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ദിവസം ഒരു ടീമാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ദിവസം അടുത്ത ടീമായിരിക്കും ഡെവിൾസ് ആയിട്ടും ഏഞ്ചൽസ് ആയിട്ടും അത് സ്വാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്കറിയാം ഒരു ടെസ്റ്റ് ഒന്നുമല്ല. ഇത്രയും ബിഗ് ബോസ് കാണുന്ന നമുക്ക് എല്ലാവർക്കും ഇത് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അവർക്കും ഇത് അറിയാവുന്ന കാര്യം തന്നെ. എന്നിട്ടും പ്രത്യേകിച്ച് ഒരു വ്യത്യസ്തത കൊണ്ടുവരാനോ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവങ്ങൾ കൊണ്ടുവരാനോ അവരെ കൊണ്ടും സാധിച്ചില്ല. വളരെ ലേസി ആയിട്ട് വളരെ
ബോറിംഗ് ആയിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നും. അതുപോലെ തന്നെ ഈ ഒരു ടാസ്കിനെ പറ്റി വരുമ്പോൾ നമ്മുടെ ജാക്ലിൻ അതുപോലെ തന്നെ സൗന്ദര്യ ഇവരൊക്കെ ശരിക്കും ഈ ഒരു ടാസ്കിനെ സ്പോയിലേഴ്സ് എന്ന് തന്നെ നമുക്ക് പറയും. ഗെയിം സ്പോയിലേഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ തികച്ചും വളരെ അപ്രോച്ചിങ്, ആ ഒരു ടാസ്കിനോടുള്ള അപ്രോച്ചിങ് തന്നെ വളരെ മോശമായിട്ടല്ലെന്നുണ്ടെങ്കിൽ സഹകരണം ഒട്ടും ഒരു രീതിയിലും ഇല്ലാതെയൊക്കെയാണ് ഈ ഒരു ടാസ്ക്. അവർ ഡെവിളായിട്ടിരുന്ന് കഴിഞ്ഞപ്പം ഏഞ്ചലായിട്ട് ബിഹേവ് ചെയ്യുന്നു, ഏഞ്ചലായിട്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും ഒരു രീതിയിലും ആ ഏഞ്ചലിനോടുള്ള ഒരു എന്താ പറയുന്ന സഹകരിക്കുന്ന ആ ഒരു റോളിനോട് സഹകരിക്കുന്ന രീതിയിലായിരുന്നില്ല പ്രവർത്തികൾ. അത് പ്രേക്ഷകരാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈവ് കമന്റുകളിലെല്ലാം കണ്ടു ഇവരുടെ ആ ഒരു മോശമായ പ്രവർത്തികൾക്കെതിരെ. ഇന്നലെ ഡെവിൾ ടീമിലുണ്ടായിരുന്ന മഞ്ജരി, സാച്ചന അവരൊക്കെ ചെയ്തതിന് തിരിച്ച് റിവെഞ്ച് കൊടുക്കണമെന്നൊക്കെ പ്രേക്ഷകരൊക്കെ കമന്റിലൊക്കെ കണ്ടു. എന്നാൽ അതിന് കൊടുക്കുന്ന രീതിയിലൊന്നും നമ്മുടെ ഇന്നത്തെ ഡെവിൾ ടീമിലുള്ളവരാരും തന്നെ ചെയ്തും കണ്ടില്ല. എന്തായാലും കുറച്ചുപേര് മികച്ച രീതിയിൽ ടാസ്കിൽ, നമ്മുടെ ഈ ഒരു ടാസ്ക് എടുത്ത് നോക്കുമ്പോൾ ദീപക്കൊക്കെ നല്ല രീതിയിൽ ഡെവിൾ ആയിട്ടൊക്കെ നിന്ന് നല്ല രീതിയിൽ മികച്ച പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ആരെയും അധികം ഹർട്ട് ചെയ്യാതെ, എന്നാൽ വാക്കുകൾ കൊണ്ടും സൈക്കോളജിക്കലി മൂവ് ചെയ്ത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. എന്നാൽ മറ്റൊരു സൈഡ് നോക്കി കഴിയുമ്പം കുറച്ചുപേര് വളരെ മോശമായിട്ടല്ലെന്നുണ്ടെങ്കിൽ ഒരു മികവ് പുലർത്താതെ, ഒരു സൈഡ് പറ്റി നിന്ന് ആ ടാസ്കിനോട് തന്നെ നീതി പുലർത്താതെ ടോട്ടലി അവരുടേതായ ഒരു ഗ്യാങ്ങിനുള്ളിൽ മാത്രം, വേറെ ആരുമല്ല നമ്മുടെ സൗന്ദര്യ, ജാക്ലിൻ അതുപോലെ തന്നെ ജെഫ്രി, റയാൻ എന്നിവരുടെ ആ ഒരു ഗ്യാങ് ഉണ്ടല്ലോ, രഞ്ജിത്ത് ഒക്കെ ആ സൈഡും വഴി വരുന്ന ഒരു ഗ്യാങ് ഒക്കെയാണ്. അവർ ആ ഒരു ഗ്യാങ്ങിനുള്ളിൽ തന്നെ ഗ്യാങ്ങിനെ പുറത്തേക്ക് കാണിക്കാനും ഗ്യാങ്ങിൻ്റെതായിട്ടൊരു സംഭവങ്ങൾ കാണിക്കാനും മുൻ സീസണുകളിൽ കണ്ടുവരുന്ന ഈ ഒരു ഗ്യാങ് അല്ലെങ്കിൽ ഗ്രൂപ്പിസം ഒക്കെ കുറച്ച് എന്താ പറയുന്നത്, പ്രേക്ഷകർക്കിടയിലേക്ക് വളരെ ക്യൂട്ടായിട്ടുള്ള കുറച്ച് കണ്ടന്റുകൾ കൊടുക്കാൻ വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെച്ചിട്ട് ഇവർക്ക് കയറി പോകാം. അതുപോലെ പുറത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വൈൽഡ് കാർഡ് വന്നു കഴിയുമ്പോൾ സൗന്ദര്യക്ക് ക്യൂട്ട്നെസ്സിന് കുറെ സപ്പോർട്ടുകളും കുറെ പ്രേക്ഷകർ വോട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞ് അവരുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടും അവരുടെ കൂട്ടുകെട്ട് നിർത്തിക്കൊണ്ട് പോകാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജാക്കലിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അസാമാന്യ ആക്ടിങ്ങും ഡ്രാമകൾ തന്നെയാണ് ഓരോ ടാസ്കിനകത്തും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ടാസ്ക് ഒന്നും ഇല്ലാത്തപ്പോൾ നല്ല രീതിയിൽ എല്ലാവർക്കും കുത്താനും പറയാനും എല്ലാം അറിയാം. ടാസ്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതൊന്നും അറിയത്തില്ല. വളരെ എന്താ പറയുന്ന എഞ്ചലിനേക്കാളും മുകളിൽ നിന്നുകൊണ്ടുള്ള ഡ്രാമാറ്റിക് പ്രകടനങ്ങളൊക്കെ ആയിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അവര് ഒരു ടാസ്കിനെ സംബന്ധിച്ച് ആ ഒരു ഗെയിം സ്പോയിലേഴ്സ് എന്ന് തന്നെ പറയേണ്ടി വരും. ബാക്കിയൊക്കെ ഉള്ളവരെല്ലാം ഒരു തരത്തിലൊക്കെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു കൂട്ടി ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ടാസ്കിനുള്ളിൽ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സോറി പറച്ചിലും കരച്ചിലും പിഴിച്ചിലും എനിക്ക് കേട്ടായി അത് ഇതൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണാവോ ഈ ആഴ്ച, അതുപോലെ 9ാമത്തെ ആഴ്ച ഈ ആഴ്ചയും കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത ആഴ്ച 10ാമത്തെ ആഴ്ചയായി. ഇനി ബിഗ് ബോസ് നമുക്ക് എല്ലാവരും കേട്ടിരുന്നു, കുറച്ച് ന്യൂസുകളും കാര്യങ്ങളും ഒക്കെ കേട്ടിരുന്നു. 106 ദിവസമുള്ള ബിഗ് ബോസ് സീസൺ 8 1-2 ആഴ്ച കൂടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന്, അല്ലെങ്കിൽ എല്ലാ കണ്ടസ്റ്റൻസിനെയും എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നതെന്ന് അറിയത്തില്ല. എല്ലാ ആഴ്ചയും 2-3 പെറുക്കി പുറത്തോട്ട് കളയേണ്ടതായിട്ട് വരും. അപ്പൊ എന്താണ് പ്ലാൻ എന്ന് അറിയത്തില്ല. ഇനിയിപ്പം ഒരു മാസം വേറൊരു തീം കൊണ്ടുവന്ന് നടന്ന് ഈ ഒരു സീസൺ മികച്ച രീതിയിൽ എത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ചിലപ്പം എക്സ്റ്റെൻഡ് ചെയ്ത് 1-2 ആഴ്ചയും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു മികച്ച രീതിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചേക്കാം. ബട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിലും വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം. എന്തെങ്കിലും അപ്ഡേറ്റുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മറ്റൊരു വീഡിയോയിൽ കാണാം.